അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പറയുന്ന വാക്ക് ആരും ദേഷ്യപ്പെടാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായി? ആരും ദേഷ്യപ്പെടണ്ട. അതെന്തെന്ന് മനസ്സിലാക്കിക്കോളി. കഴിവുള്ള ആളും കഴിവില്ലാത്ത ആളെല്ലാം നല്ലോണം മനസ്സിലാക്കണം. ഒരു മംഗലം വിളിച്ചിട്ട് മംഗലത്തിന് വരുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം എത്ര കോടി ഉറുപ്പിൻ്റെ ഭക്ഷണമെങ്കിലും സങ്കടമില്ല. അവർ പാവങ്ങളെ സഹായിക്കുന്നെങ്കിൽ അവർക്ക് എത്ര വേണം ചെയ്യാം, എത്ര വേണമെങ്കിലും വലിയ മംഗലം കഴിക്കാം, പ്രശ്നമില്ല. അത് അള്ളായിട്ട് ഓരായിട്ട് തീർത്തുള്ളൂ. അത് അള്ളാഹു പാവങ്ങളെ സഹായിച്ചിട്ട് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടും കഴിയും. പക്ഷെ മംഗലം കഴിക്കുന്നില്ല, ഒരുപാട് പിടി പൊട്ടിക്കുന്നു. അത് ഓരോ പേർക്കാർ അറിയിച്ചില്ല. പുറമെന്ന് അവൻ്റെ ചങ്ങായിമാർ, പിന്നെ അവൻ്റെ കൂട്ടർ, പിന്നെ പുതിയാപ്പിളുടെ കൂട്ടർ, പെണ്ണിൻ്റെ കുടുംബക്കാരെങ്കിലും കൊടുന്നിട്ട് പൊട്ടിച്ചിട്ട് അതിന് പെരക്കാരെന്താക്കാൻ. അങ്ങനെ കുറേ സംഭവമുണ്ട്. ഈ മംഗലത്തിൻ്റെ കളർ ഒരു സ്പ്രേ അടിക്കുന്നു, വെറും മഞ്ഞപ്പൊടി, ഒരു പൊടി. അതൊരു വലിയ തെറ്റല്ലേ മക്കളെ? അതെല്ലാം പോകുന്ന ചോറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അത് ഞമ്മതൊന്നല്ല, ഞമ്മക്ക് തന്നെയല്ലേ കിട്ടുന്നത്. വെടി പൊട്ടിക്കുന്നു. മുളി എത്രയാകലും മുളിയുണ്ട്. മുളി പൊടിച്ചിട്ട് എത്ര വണ്ടി കത്തിയിട്ടുണ്ട്. ആരും പറയുന്നില്ല, കാരണം പബ്ലിക്കാക്കാണ്ടായിട്ട്. പറഞ്ഞ് മനസ്സിലാകും. നല്ലോണം ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, ഞങ്ങൾ ബപ്പയാക്കുന്നു. ഓരോരുത്തന് ഒരാൾക്ക് തിന്നാൻ കഴിഞ്ഞാൽ 200 ഗ്രാം, വലിയൊരു തീറ്റി ഇല്ല, 100 ഗ്രാം തന്നെ ഓർക്ക് വേണ്ടിയിട്ട് ഈ 80 ഗ്രാമിന് ചാടുന്നല്ല മക്കളെ. നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ ഭക്ഷണത്തിന് ഓരോരു പീസ് ചെറിയ ആവശ്യമുള്ള ചെറിയ ലേശം ഇട്ട് ഒരു 250 ഗ്രാമിന് എടുക്കുക. എന്നിട്ട് തൊന്നര മക്കളെ, വലിയ കുറ്റാവുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അള്ളാഹുവിന് വലിയ ശിക്ഷ ഉണ്ടാവും. ഇതിനെല്ലാം ഉത്തരം പറയണം. ഇൻഷാ അള്ളാഹ് കഴിച്ചിട്ട് പാപങ്ങളെ സഹായിക്കും മക്കളെ. എത്ര ആ പലസ്തീനി മക്കളെ പറ്റി ചിന്തിക്കണം. എത്ര ബേജാറിലുള്ളത്, എത്ര കഷ്ടത്തിലുള്ളത്. കരിന്ന് ഭക്ഷണമില്ല, കിടക്കാൻ അവിടെയില്ല, പ്ലാസ്റ്റിക് ഇട്ടിട്ട് അവിടെ വലിയ വലിയ കോടീശ്വരന്മാരല്ലോ. ഏതെല്ലാം അതാപിലുണ്ട്. നമ്മൾ ചിന്തിക്കും മക്കളെ. നമ്മൾ പറയുമ്പോൾ ആര് ബേജാറായിപ്പോണ്ട്. അത്രയും ബേജാറിലാണ്. കഷ്ടത്തിൽ ഓരോരോ വാർത്തയിൽ വരുന്ന പലസ്തീൻ്റെ അവസ്ഥ ചിന്തിക്കും. നമ്മൾ ഇത്രയെല്ലാം സുഖത്തിൽ ജീവിച്ചിട്ട് നമുക്ക് അള്ളാഹ് ഇത്രയെല്ലാം ഗുണം ചെയ്യുന്നു. അള്ളാഹ് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാല് വെള്ളമില്ലാലാക്കിയിട്ടെങ്കിൽ, ബോറിൽ വെള്ളമില്ലാലാക്കിപ്പെങ്കിൽ, ഒരാഴ്ചയെല്ലാം കറണ്ടില്ലാലാക്കി വലിയ തൂഫാൻ വന്നിട്ട് പറ്റമാരും പൊളിഞ്ഞ് അത് ഇത് ഇലക്ട്രിക് പോസ്റ്റെല്ലാം പൊളിഞ്ഞിട്ട് ഒരാഴ്ചക്കാലം എന്താക്കും? കൈവുള്ളവന് ജനറേറ്റർ ഉണ്ടാവും, ജനറേറ്റർ കൊടുത്തിട്ട് ഇതാക്കും. കൈവില്ലാത്ത ആൾ അവസ്ഥ എന്ത്? ഉപ്പ് വെള്ളം തീരെ വെള്ളം പറ്റിച്ചിട്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിന് ചപ്പയാക്കിയിട്ട് കുടിക്കണം. അതേ സമയത്ത് നമുക്ക് കിട്ടുന്നത്. നമ്മളെ മക്കളെല്ലാം നമ്മളെതിൽ കരയുമ്പോൾ ആ പലസ്തീനി മക്കൾ കരയും പോലെയല്ല കരയുന്നത്. നമ്മളെ മക്കൾ കരയുമ്പോൾ നമുക്ക് എത്ര ബേജാറുണ്ടാവും. അനാവശ്യമാക്കുമ്പോൾ കുടുംബത്തിനെ സഹായിക്കും മക്കളെ. ഓരോ ജാഗലും മീൻ മേങ്ങുമ്പോൾ വലിയ വലിയ പൈസക്കാരൻ മീൻ മേങ്ങുമ്പോൾ കഴിവില്ലാത്ത ആൾ ദൂരത്ത് നോക്കുന്നു. ഓരോരു മത്തി മേങ്ങാനും കൂടി കഴിയാത്ത ആളുമുണ്ട്, ദൂരത്ത് നോക്കുന്നു. നല്ല മീൻ കൂട്ടാൻ വേണ്ടിയിട്ട്, ഒരു നല്ല കറി കൂട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരുണ്ട്. എന്നോട് പറഞ്ഞിന് ആശയാന്ന് വെച്ചാൽ ഒരു നല്ല മീൻ കറി കൂട്ടാൻ, ഒരു ഇറച്ചിക്കറിയും ചോറും വയ്ക്കാൻ ആശയാണ്. മംഗളം നിങ്ങൾ എത്ര പണം കഴിച്ചു. ഒരു കുടുംബക്കാരുടെ പോയിട്ട് ഒരാഴ്ചക്ക് പോയിട്ട് എന്തെങ്കിലും കൊണ്ടുകൊടുക്കും മക്കളെ. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം, നല്ല നല്ല ഭക്ഷണം. ഒരാഴ്ചക്ക് എന്തെങ്കിലും ഫ്രൂട്ട് മേങ്ങുമ്പോൾ ഒരു 1/2 കിലോ ഓർക്കി മേങ്ങ കൊടുക്കുക. ഒരു മീൻ മേങ്ങുമ്പോൾ 1/2 കിലോ ഓർക്കി മേങ്ങ കൊടുക്കുക. ഞമ്മ സുഖത്തിൽ ജീവിക്കുന്നില്ല. ഞമ്മ എത്ര കാലം ദുനിയാവല്ലേ ഉണ്ടാവും. പൈസ കൂടുതൽ സഹായിക്കാത്ത ആൾ പൈസക്കാർക്കെല്ലാം ദുനിയാവേ ഉള്ളൂ, ആഹാരം ഉണ്ടാവില്ല. കഴിവില്ലാത്ത ആൾക്ക് എന്ത് ചോദ്യം ഉണ്ടാവില്ല, എന്തും ഓർക്ക് തെറ്റ് വരാനില്ലല്ലോ. ചെയ്തു പോയ പാപം എന്തുകൊണ്ടെങ്കിൽ അത് അള്ളാഹു തീർക്കും. അള്ളാഹ് എല്ലാവരും രക്ഷപ്പെടുത്തിട്ട് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തട്ട്, റഹ്മത്തിച്ചിട്ട്, ബർക്കത്തിച്ചിട്ട്. മരിച്ചുപോയ ഖബറാളികൾ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എത്ര വലിയ തൂർത്ത് മംഗലം കഴിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പുറക്കപ്പെട്ടിട്ട് അള്ളാഹു സദ്ക്കൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം പുറത്തു കൊടുക്കട്ടെ. മാപ്പാക്കി തട്ടെ. എല്ലാ നാട്ടിനും നീ കാത്തറബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.